ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജയിച്ചവര് പുറത്ത് നിൽക്കുക, അടുത്ത ചതിയും കൊണ്ട്. ചതിക്കപ്പെടാൻ നിന്നുകൊടുത്ത വീണ്ടും വീണ്ടും ചതിയിലേക്ക് പോയി ചാടും. ഇനി വിഷ്ണുവിന്റെ പോക്കും അങ്ങനെ തന്നെയാ. ചതി പ്രതീക്ഷിച്ച് ഓരോ അടി മുന്നോട്ട് വയ്ക്കോ. സുസ്മിത, അവള് നമ്മളെ തേർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന കാളുകൂടെ വിഷം തന്നെയാ. ഇത്രയൊക്കെ ദുരിതങ്ങൾ തന്നിട്ടും അവളുടെ പക തീരുന്നില്ലല്ലോ നോക്കുമ്പോഴാ. ഈ പെണ്ണൊരുമ്പെട്ട ബ്രഹ്മനും തടുക്കാൻ പറ്റില്ലെന്ന് ഒരു ചൊല്ലുണ്ട്. അവളുടെ കാര്യത്തിൽ അത് ശരി തന്നെ. നമുക്ക് നോക്കാം. ഭാമേ, എന്നാ പിന്നെ കഴിക്കാൻ തോച്ച എടുത്തു വയ്ക്ക്. ഞാനും നമ്മുടെ മോനോടെ കഴിച്ചേക്കാം. ഓ, അത് ശരി. ഇത്രയും നേരം ഞാൻ വിളിച്ചതൊക്കെ വെറുതെ. മകൻ വന്നപ്പോ ഇല്ലാത്ത വിശപ്പൊക്കെ ഇപ്പൊ ഉണ്ടാവുകയും ചെയ്തു. വിശപ്പുണ്ടായിട്ടല്ല, ദാ ഇവന്റെ കൂടെ ഒന്ന് ഇരിക്കാലോ. എത്ര നാളായി സമാധാനപരമായിട്ട് ഞങ്ങളൊന്ന് ഒന്നിച്ചിരുന്നിട്ട്, അല്ലേടാ മോനെ? എനിക്ക് ചപ്പാത്തി ഒന്നും വേണ്ട രാഘവേട്ടന് വേണ്ടി ഈ ചപ്പാത്തി ഇവിടെ ഉണ്ടാക്കുന്നത് തന്നെ. അച്ഛാ, ചോറ് കഴിക്കാൻ പറ്റാത്തോണ്ടല്ലേ അച്ഛനെ? അച്ഛൻ കാരണം അമ്മ ഇതന്നെയല്ലേ കഴിക്കണേ. അത് സ്നേഹമുള്ളോണ്ടല്ലേ. അച്ഛനെ ഞാൻ എടുത്തുതരാം. എടാ, ഞാൻ വല്ല വെള്ളം കുടിച്ച് കിടന്നോളാം. എന്നാൽ ഈ ചപ്പാത്തി എനിക്ക് വേണ്ട. അച്ഛാ, വിശന്ന് കുടല് കത്തിയിട്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ട് ഓടി വന്നേ. അച്ഛൻ കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കില്ല കേട്ടോ. ഞാൻ കഴിക്കണോ? ആ എന്നാ വാ തുറക്ക്. എടാ മോനെ, എന്നെ നീ ഞാൻ സ്നേഹിക്കുന്നില്ലേ? പാമയ്ക്ക് സഹിക്കുന്നില്ല കേട്ടാ. അതാ അവിടെ തിരിഞ്ഞിരുന്നോളഞ്ഞ് നോക്ക്. കുശുമ്പാടാ, കുശുമ്പ്. അച്ഛൻ കഴിക്കച്ച.
പാവാടാ നിന്റെ അമ്മ. ഈ എടുത്തിയാട്ടവും മുൻചുണ്ടിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. നിങ്ങളോട് ഇന്നലെ തന്നെ ഞാൻ കാര്യങ്ങൾ വളരെ വ്യക്തമായും സ്പഷ്ടമായും പറഞ്ഞു. വെള്ളം കയറിയ വീടുകൾക്ക് അനുവദിക്കാവുന്ന 10,000 രൂപ നിങ്ങൾക്ക് അനുവദിച്ചു തരാൻ എനിക്ക് സാധിക്കില്ല. വീട്ടുടമസ്ഥനായ കൃഷ്ണന്റെ ഭാര്യയായ ജാനകിയാണെന്ന് നിങ്ങൾ ആദ്യം തെളിയിക്ക്. പിന്നെ നിങ്ങൾക്ക് ജനിച്ച 3 പെൺമക്കളും കൃഷ്ണന്റെ മക്കളാണെന്ന് തെളിയിക്കുന്ന വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തുന്ന പകർപ്പ് ഹാജരാക്കിയാൽ ഞാൻ നിങ്ങൾക്ക് പണം അനുവദിക്കാം. സാർ, ഇതെന്റെ മൂത്ത മോടെ കുട്ടിയാ. 6ാം ക്ലാസ്സിൽ പഠിക്കുക. ഇവളുടെ കാലിലേക്കൊന്ന് നോക്കിയേ. മുട്ടോളം വെള്ളത്തിലാ എന്റെ കൊച്ചു വീട്ടിൽ നിൽക്കുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം സാറേ. സർ, ഞാൻ പോയി കണ്ടതാ. അടുക്കള വരെ വെള്ളം കയറിയിരിക്കുക. അടുപ്പ് പോലും കത്തിക്കാൻ പറ്റാത്ത അവസ്ഥയാ. കാലവർഷക്കെടുതിയിൽപ്പെടുത്തി കുറച്ച് തുക അനുവദിച്ച അവർക്ക് വീടിന് ചുറ്റും കട്ട നിരത്താം. വലിയ മഴ പിടിക്കുന്നതിന് മുൻപ് ഓരുവെള്ളം കയറുന്ന സ്ഥലത്ത് മണൽച്ചാക്ക് നിറച്ചു വെക്കാം. ചോരുന്ന ഭാഗത്തൊരു ടാർപ്പയും വലിച്ചു കെട്ടാം. ഞാൻ കണ്ടു ബോധ്യപ്പെട്ടതിന്റെ ഫയല് സാറിന്റെ ടേബിളിൽ വെച്ചിട്ടുണ്ട്. കാലവർഷം വരാതെ എങ്ങനെ കാലവർഷക്കെടുതിക്ക് തുക കൊടുക്കുന്നേ? മാത്രമല്ല, നിയമപരമായി ഇവര് കൃഷ്ണന്റെ ഭാര്യയല്ലല്ലോ. ആദ്യം ഒരു പേപ്പർ ശരിയാക്കട്ടെ, എന്നിട്ട് ആലോചിക്കാം ഫണ്ട് കൊടുക്കണോ വേണ്ടോ എന്ന്. വരൂ, നമുക്കൊന്നുകൂടെ സംസാരിക്കാം. ആ, വരൂ. സർ, ഇവര് പറയുന്നത് പറഞ്ഞോളൂ. 3 വർഷം മുമ്പ് മരണപ്പെടും വരെ കൃഷ്ണൻ എന്റെ ഭർത്താവായിട്ട് തന്നെയാ സാർ ജീവിച്ചത്. 44 വർഷം കൂടെ ഉണ്ടായിരുന്നു സാർ. അദ്ദേഹം കെട്ടിയ താലി ഓർമ്മയ്ക്കായി ഒരു മഞ്ഞച്ചരട് കോർത്ത് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ തെളിവ് ഞാൻ എങ്ങനെ തരാനാ? നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല തോളെ. ഇവരെ കൊണ്ട് വിളിച്ചോണ്ട് ആരാ പറഞ്ഞേ? Get out!